ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ്. എണ്ണ കാച്ചി നോക്കാം. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഉലുവ, മൈലാഞ്ചി, ഉള്ളി, ചെമ്പരത്തി. നല്ല വിടർന്ന ചെമ്പരത്തിയാണ് വേണ്ടത്. എനിക്കിതേ കിട്ടിയുള്ളൂ. ചെമ്പരത്തിയുടെ ഇല, ഉള്ളി, കറ്റാർവാഴ, പിന്നെ കരിവേപ്പില. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലവർ എന്താ പറയുക, വേറെയും സാധനങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അഫോർഡബിളായിട്ട് അല്ലെങ്കിൽ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിരിക്കുകയാണ്. നീലബൃങ്കാതി ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. സോ ആദ്യം തന്നെ കുറച്ച് ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇച്ചിരി ഒരു വെളിച്ചെണ്ണ ഇട്ട് നമ്മുടെ എന്താ പറയുക, ഉലുവ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഉലുവ ഭയങ്കര നല്ലതാട്ടോ തലമുടിക്ക്. എന്താ പറയുക, മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഉലുവയ്ക്ക് പറ്റും. സോ ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് ചെറിയൊരു മണം വരും. ഓക്കെ, ഉലുവ മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, മുഴുവനൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. സോ ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആകുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ അത്രയും എടുക്കുന്നില്ല, ഉലുവ എങ്ങാനും കരിഞ്ഞു പോയാലോ എന്നുള്ള രീതിയിൽ. സോ ഞാൻ ആ ഉള്ളി ഇട്ടു. ഉള്ളിയുടെ കൂടെ തന്നെ എന്താ പറയുക, ഉള്ളി അധികം ഒന്നും ഞാൻ ആക്കുന്നില്ല, കുറച്ചൊന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അത് ആ ഉള്ളിയുടെ ഒപ്പം തന്നെയാണ് ഞാൻ എന്താ പറയുക, കറ്റാർവാഴ ഇട്ടത്. ഓക്കെ, ഉള്ളി, കറ്റാർവാഴ, ഇനി മൈലാഞ്ചി ഇല, അതേപോലെ തന്നെ കരിവേപ്പില, പിന്നെ ചെമ്പരത്തിയുടെ ഇല. ഇത്രയും സാധനം ഞാനിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഇളക്കി. അതൊന്നെന്താ പറയുക, അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ പോയി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഉടങ്ങുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് ആക്കിയെടുക്കുക. ഓക്കെ, ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിതൊരു എന്താ പറയുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തത്. എന്താ വെച്ചാൽ അതിൻ്റെ നീരൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നുള്ള രീതിയിൽ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇതിട്ടിങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മൂത്തു. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നല്ല ഉടഞ്ഞ് ആ ഒരു പരുവം ആയിന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/4 വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും 1/4 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എന്താ പറയുക ഉണ്ടാക്കുന്നത്. സോ ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഉടഞ്ഞ്, കറ്റാർവാഴയിൽ നിന്ന് ഇങ്ങനെ കാണலாம் കേട്ടോ. കറ്റാർവാഴയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കണ്ടു. ഇപ്പോൾ ഏകദേശം നമ്മുടെ പരുവം നോക്കി എല്ലാം ഒന്ന് ഇതായി, ആ ഒരു പരുവായി. ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമ്മൾ. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് മൂക്കണം. ഒരു നല്ല പതയൊക്കെ വന്ന് തിളച്ച് വരും. ഓക്കെ, കണ്ടോ, ഞാൻ എണ്ണ ആഡ് ചെയ്യാൻ തുടങ്ങി. സോ എണ്ണ ആഡ് ചെയ്യാൻ ഞാൻ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യുന്നത്, ഒരുപാടങ്ങ് കൊണ്ടൊഴിക്കുന്നില്ല. അപ്പോൾ ഈ എണ്ണ ആഡ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മഞ്ഞപ്പ് നമുക്ക് കാണാൻ പറ്റും, കാരണം ആ ഒരു സത്ത് ഓൾറെഡി നമ്മൾ ഇളകിയിട്ടുണ്ട്. സോ എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി, അതൊന്ന് ആ ഒരു സത്ത് കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു പതഞ്ഞ് വരും ആ ഒരു എണ്ണ. ഓക്കെ, സോ അത്രയും നേരം നമ്മൾ ഇച്ചിരി ഒന്ന് നന്നായിട്ട് ഒരു ചെറിയ തള വരുന്ന വരെ വെക്കുന്നത് വളരെ നല്ലതാണ്. അത്രയും നേരം നമ്മൾ ആ എണ്ണ ചൂടാക്കി തള വരുന്നത് വരെ വെച്ചതിന് ശേഷം അത്രയേ ഉള്ളൂ. ശരിക്കും ഭയങ്കര സിമ്പിളാണ്. വച്ചതിന് ശേഷം ശരിക്കും നമുക്ക് ആ ഒരു ചൂടാറിയതിന് ശേഷം ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം തുണിയിട്ട് അരിച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തലയിൽ ഉപയോഗിക്കും. ഇത് തന്നെ നേരിയ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഹോട്ട് ഓയിൽ മസാജ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഞാൻ കുറേശ്ശെ ആയിട്ടാട്ടോ എണ്ണ ആഡ് ചെയ്തേ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും എന്താ പറയുക ഉണ്ടാക്കി നോക്കുക. ചിലവർ വേറെയും കുറേ സാധനങ്ങളൊക്കെ ചേർക്കും കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എനിക്ക് ഭയങ്കര ഫലപ്രദമായിരുന്നു ഇത്. മുടി കൊഴിച്ചിൽ വളരെ ഇതായിട്ട് നിൽക്കും, ഭയങ്കരമായിട്ട് നിൽക്കും. കണ്ടോ, നല്ലൊരു തള വന്നതിന് ശേഷമാണ് എന്താ പറയുക, അതൊന്ന് ചൂടാറിയതിന് ശേഷം തുണിയിൽ അരിച്ചെടുക്കുക. കുപ്പിയിൽ മാറ്റി വെച്ചിട്ട് ദിവസേന യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. Hope you like the video.
താങ്ക് യു.